വരുന്നത് നമ്മൾ അസ്നാർച്ചല്ലേ? ഒക്കുറ അയാളെ കാണുമ്പോ എന്തോ ബേജാറിലുള്ള പോലെ ഉണ്ടല്ലോ. ഒക്കുറ അയാളെന്തോ ടെൻഷനിൽ പോലെ ഉണ്ട്. നമുക്ക് ചോദിക്കാം. അസ്നാർച്ച, ആ മക്കളെ, എന്താ അസ്നാർച്ച ഫുള്ള് ബേജാറിലല്ലോ? ഒന്നും പറഞ്ഞിട്ട് കോണില്ല മക്കളെ. നിങ്ങൾക്ക് അറിയുന്നില്ലേ, എന്റെ മോക്ക് മംഗലം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഇതുവരെ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. പല മന്ത്രവാദിന്റെ അടുത്ത് പോയി, ഒരു കോണവും ഇല്ല. അങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ ഡോക്ടർ പറയുന്നു ബാറ്റിൽ മുഴയെന്ന്. അതും ഓപ്പറേഷന് വേണമല്ലോ. ഓപ്പറേഷൻ ആക്കിയാലും 3 മാസം റെസ്റ്റും വേണമല്ലോ. ഓള് റെസ്റ്റിൽ കിടന്ന ഞങ്ങളെ പോലത്തെ ചില ഭാര്യ മോനെ നോക്കുന്നത്. അതിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അസ്നാർച്ച. കാസർഗോഡ് വീനസ് IVF സെന്ററിലുള്ള ഉഷ ഡോക്ടറെ കണ്ടാൽ മതി. ഉഷ ഡോക്ടറാ? അതാര് മോനെ? ഉഷ ഡോക്ടർ നിങ്ങൾക്ക് അറിയല്ലേ? നമ്മളെ പഴയ മാലതി ഡോക്ടറിന്റെ മെരിയോള്, നമ്മളെ പ്രസാദ് ഡോക്ടറിന്റെ വൈഫ്. ആ ഡോക്ടറിന്റെ അടുത്ത് ലാപ്രോസ്കോപ്പി ചികിത്സ ഉണ്ട്. ഈ ചികിത്സ എന്ന് പറഞ്ഞെങ്കിൽ ചെറിയ കീഹോളാക്കിയിട്ടുള്ള സർജറി. അപ്പൊ നിങ്ങളെ മോളെ കൊണ്ടെങ്കിൽ വലിയ മുറിവാക്കല, കുറെ ബ്ലഡ് ഒന്നും പോവല, പിന്നെ വേദന ഒന്നും ഉണ്ടാവല, കുറെ റെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് കഴിഞ്ഞ പാടെ തന്നെ അവൾക്ക് പണിക്കും പോവാ. അത് മാത്രല്ല, നിങ്ങളെ മോക്ക് കുട്ടിയാന്നല്ല പറഞ്ഞിട്ട് മന്ത്രവാദിന്റെ അടുത്തൊന്നും പോണ്ട. നമ്മൾ ഉഷ ഡോക്ടറിന്റെ അടുത്ത് IVF ചികിത്സയുണ്ട്. ആടെ ചികിത്സ എല്ലാവർക്കും കുട്ടിയായിട്ടുണ്ട്. ഒക്കെ മക്കളെ നല്ല ഉപകാരമായി. ഞാൻ നാളെ തന്നെ മോളെയും കൂട്ടിട്ട് ഉഷ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നു. വരുന്ന മക്കളെ. അപ്പൊ ചങ്ങായിമാരെ, ഇതാണ് നമ്മളെ കാസർഗോഡുള്ള വീനസ് ക്ലിനിക്. ഗർഭപാത്രപരമായ മുഴകൾ നീക്കം ചെയ്യാനും കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളോളമായിട്ട് കുട്ടികളില്ലാത്തവരാണെങ്കിലും 20 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ഉഷ മേനോന്റെ കാസർകോട്ടെ കിംസ് സൺറൈസ് ഹോസ്പിറ്റലിന് സമീപമുള്ള വീനസ് വിമൻസ് ക്ലിനിക് ആൻഡ് IVF സെന്ററിൽ എല്ലാ സംവിധാനവും ലഭ്യമാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇപ്പൊ തന്നെ ഷെയർ ആക്കൂ. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.